ഹലോ അസ്സലാമലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതിൽ സമൂസേൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഷീറ്റ് നമ്മൾ പരത്തി ഉണ്ടാക്കാണ്ട് സമൂസ ഷീറ്റൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുകയും വേണം. അപ്പോൾ ആ നല്ലോണം ചൂട് ഒന്ന് അറിയാം. നമുക്ക് ആ ചൂട് ആറുന്നതിൻ്റെ മുന്നേ നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും കേട്ടോ. ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം 4 വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക. കൂട്ടിയിട്ടും എടുക്കുക, കുറച്ചിട്ടും എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോഴിമുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ചെറിയ ചെറിയ പീസാക്കുന്നതിലും നല്ലത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ്. നമുക്കിത് റോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ആ ഒരു മസാല ആകുമ്പോൾ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കോഴിമുട്ടൊക്കെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ. ഇപ്പം നമ്മുടെ ഒരു കോഴിമുട്ട നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് സവോളയാണ്. അപ്പം ഞാൻ 2 സവോള എടുത്തിട്ട് അതൊന്ന് ചോപ്പ് എടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. അതുകൊണ്ടാട്ടോ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് സേമിയ ഞാനെന്നാ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതാ ആ ഒരു സവോളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കൊരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാത്രം വെച്ച് അതിലിത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെയ്ത് കൊടുക്കാവുള്ളൂ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ രീതിക്കുള്ളതേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ലീക്കാവുന്ന രീതിയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയിൽ നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ സവോള ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. സവോളയുടെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇപ്പൊ ഇത് സവോളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇതുപോലെയാണ് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളകൊക്കെ പൊടിയായി അരിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചക്കൂത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പൊടികൾ കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി മസാലയ്ക്കൊക്കെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെ ഒരു കൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരണം കേട്ടോ. ആ രീതിക്ക് നമുക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. അപ്പം അതിനുശേഷം നമുക്ക്
ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കോഴിമുട്ട കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടുതാ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഒരുപാട് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ഒരു ലേശം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ലേശം ഇട്ട് കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. ചിലപ്പം ചിലവർ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ലൂസ് പോലെ ഉണ്ടാവും. നമ്മൾ സവാളയും ഒക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ ഒത്തിരി ലൂസായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചെങ്കിൽ ഇത്തിരി ബ്രെഡിൻ്റെ ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്കിത് കറക്റ്റാണ്, നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പാകമാണ് കേട്ടോ. കുറച്ച് മല്ലിയില ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കൂട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സമൂസയുടെ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഷീറ്റ് നമുക്ക് രണ്ടാക്കിയിട്ട് ഭാഗമാക്കണം. അതിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഷീറ്റിനെ രണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അത്രയും നീളത്തിൽ ചുരുട്ടിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാക്കി മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സേമിയയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകാണ്ട് കേട്ടോ. ഒരു ഇത്തിരി മൈദ പേസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇതാ കയ്യിൽ ഇത്തിരി ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കൂട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കുഴഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ കൂട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് എടുക്കുക. നമ്മുടെ ആ ഒരു റോള് ചെയ്തെടുക്കാൻ പാകത്തിനാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കൂടുതലായിട്ടൊന്നും ഫില്ലിങ് വെച്ച് കൊടുക്കണ്ട, കുറച്ച് മതി. ഇത്രത്തോളം തന്നെ മതിയാകും കേട്ടോ. ചീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്ലൈസ് ചീസും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ നീളത്തിൽ എടുത്തിട്ടുള്ള ആ ഒരു കൂട്ടുത ഇതുപോലെ നമ്മുടെ ആ ഒരു സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം. എണ്ണയിലിടുന്ന സമയത്ത് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരരുത്. അപ്പം ആ രീതിയിൽ വേണം കേട്ടോ അത് ചുരുട്ടിയിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് ഇത്തിരി തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ ആ രണ്ട് സൈഡിലും ഇതുപോലെ കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ മൈദയുടെ ആ ഒരു പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സേമിയത്തിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ മൈദ പേസ്റ്റാണ് ഇതിൻ്റെ രണ്ടറ്റത്തും തേച്ച് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട കലക്കിയിട്ട് അതിൽ രണ്ടറ്റവും ഡിപ്പ് ചെയ്തിട്ട് അത് സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും മൈദ ആയതുകൊണ്ടാണ് അതിൽ മുക്കിയെടുക്കാത്തത് കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗത്തും ഇതുപോലെ സേമിയ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, രണ്ടറ്റത്തും ഞാനിതാ സേമിയ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ആ ഒരു ഷീറ്റിൻ്റെ തലപ്പുണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടറ്റം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ മുഴുവനും ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുഴുവനായിട്ട് ഞാൻ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാൻ വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തിരി പരന്ന പാൻ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ തവണ ആയിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ആ എണ്ണയ്ക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ റോള്. അപ്പം അതിൽ സേമിയ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പതയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ വെളിച്ചെണ്ണയ്ക്ക്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം, ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ആ എണ്ണയിൽ തട്ടുന്ന രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരാം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പം നമ്മളുടെ സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നോമ്പ് തുറക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാം കേട്ടോ. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. അപ്പം നമ്മളെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നല്ല ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി. അതിൻ്റെ ഫില്ലിങ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഫില്ലിങ്സ് അടിപൊളിയാണ്. നമുക്ക് കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.